പലപ്പോഴും ആയമ്മയുടെ സ്വഭാവം എനിക്കും അത്ര പിടിക്കാറില്ല. പണ്ട് മുതലേ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു അധികാരഭാവം. അമ്മയില്ലാത്ത 2 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തുവെന്നും പറഞ്ഞ് അച്ഛനും അവരെ തലേ കയറ്റിക്കൊണ്ടാ നടപ്പ്. മക്കൾക്ക് 2നും ആണെങ്കിലോ ആയമ്മേന്ന് പറഞ്ഞ വായിലൂടെ തേനൊഴുകും. അതൊക്കെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ പണ്ടേ ഞാൻ അവരെ ഇവിടുന്ന് അടിച്ചിറക്കിയേനെ. അടിച്ചിറക്കരുത്, അടിച്ചിറക്കുമെന്ന തോന്നലുണ്ടായാ മതി. അവര് നിലയ്ക്ക് നിന്നോളും. ദേവേട്ടനെ കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും ഉത്സാഹം അവർക്കാ. അതാ എനിക്ക് അവരോടുള്ള കലി. ദേവൻ കല്യാണം കഴിക്കുന്നത് നല്ല കാര്യല്ലേ? നമ്മുടെ ഉദ്ദേശവും അത് തന്നെയല്ലേ? നമ്മുടെ ഉദ്ദേശം നടക്കണമെന്നുണ്ടെങ്കിൽ ആയമ്മയുടെ ഉദ്ദേശം നടക്കരുതമ്മായി. ദേവേട്ടനെ വേറൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന് ആയമ്മയുടെ ഉദ്ദേശം. അതാ ഒരു കുഴപ്പം. അതാര്? ഓ, ഇതിനിടയ്ക്ക് അങ്ങനെയൊരു ചരടുവലി ഉണ്ടായിരുന്നോ? ആരാ കക്ഷി? നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചറാ. ദേവേട്ടനെയും ആ ടീച്ചറേയും തമ്മിൽ അടുപ്പത്തിലാക്കാൻ അവസരം നോക്കി നടക്കുക ആയമ്മ. ഞാൻ ആർച്ചയോട് ചോദിക്കാനിരിക്കുമായിരുന്നു അതിനെപ്പറ്റി. ദേവന് വേറൊരു പെണ്ണുമായി ശകല അടുപ്പം ഉണ്ടോന്നൊരു സംശയം. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ചൊരു പെണ്ണ് ദേവന് പ്രസാദം കൊടുക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കണ്ടു. ദേവൻ സ്ത്രീകളോട് സംസാരിക്കില്ല എന്നും സ്ത്രീകളെ കണ്ടാൽ അകന്നു മാറുമെന്നും ഒക്കെയല്ലേ നമ്മൾ കരുതിയിരുന്നത്. അതുകൊണ്ടാ ഞാൻ ശ്രദ്ധിച്ചെ. അതേ പെണ്ണിനെ ഇന്നലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ചും കണ്ടു. അവരുടെ പെരുമാറ്റവും ഭാവവും ഒക്കെ കാണുമ്പോ തന്നെ അറിയാം എന്തോ അവര് തമ്മിൽ ഒരു അടുപ്പമുണ്ടെന്ന്. അത് ശരി. അപ്പോ ശൃംഗാരം അമ്പലത്തിനകത്ത് വരെ എത്തി. അവര് തമ്മിൽ അടുപ്പമുണ്ടെന്നത് ശരിയല്ലേ? ചെറിയൊരടുപ്പം ഉണ്ടെന്നുള്ളത് ശരിയാ. അപ്പോ എന്റെ മോളുടെ കാര്യം അത് നടക്കില്ലല്ലേ? നടത്തണം അമ്മായി. അതിനല്ലേ നമ്മള് ആനന്ദവല്ലിയെ മുന്നിൽ നിർത്തി കളിക്കുന്നത്. സത്യത്തിൽ ദേവേട്ടന്റെ സ്ത്രീവിരോധം മാറ്റിയെടുത്തതും കല്യാണമോഹം ആ മനസ്സിലുണ്ടാക്കിയെടുത്തതുമൊക്കെ ആ ടീച്ചറാ. ഗംഗ പല പണിയും പയറ്റിയതാ അവരെ തമ്മിലൊന്ന് അകറ്റാൻ. ഒന്നും നടന്നില്ല. എന്റെ സകല പ്രതീക്ഷയും പോയി മോളെ. എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ശത്രു ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്കതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താമെന്നേ. എന്ത് വന്നാലും ആ ടീച്ചറും ദേവേട്ടനുമായുള്ള കല്യാണം ഞാൻ നടത്തില്ല.